ഇടുക്കിയുടെ ഉയർന്ന മലനിരകളിൽ ജനവാസ മേഖലകളിൽ നിന്ന് ഏറെ മാറിയാണ് ഗ്രേവാലി എസ്റ്റേറ്റ് ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. കനത്ത മൂടൽമഞ്ഞും തണുത്ത കാറ്റും എപ്പോഴും തളംകെട്ടി നിൽക്കുന്ന ആ പ്രദേശം പകൽ സമയങ്ങളിൽ പോലും ആളുകളിൽ ഒരുതരം ഭീതി ജനിപ്പിച്ചിരുന്നു. വർഷങ്ങളായി പൂട്ടിക്കിടന്നിരുന്ന ആ വലിയ കൊളോണിയൽ ബംഗ്ലാവ് വിലയ്ക്ക് വാങ്ങുമ്പോൾ റിച്ചാർഡ് എന്ന പ്രവാസി മലയാളിക്ക് അതിന്റെ ഭൂതകാലത്തെക്കുറിച്ച് വലിയ ധാരണയുണ്ടായിരുന്നില്ല. നഗരത്തിലെ ബഹളങ്ങളിൽ നിന്ന് മാറി തന്റെ പുതിയ നോവൽ എഴുതിത്തീർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റിച്ചാർഡ് ഭാര്യ എലിസബത്തിനും 10 വയസ്സുകാരനായ മകൻ രാഹുലിനുമൊപ്പം അവിടെ എത്തിയത്. ഒപ്പം അവരുടെ വിശ്വസ്തനായ പാചകക്കാരൻ ശങ്കരനും ഉണ്ടായിരുന്നു. കരിങ്കലിൽ പണിത ബംഗ്ലാവിന്റെ വലിയ മരവാതിലുകൾ തുറക്കുമ്പോൾ ഒരു നിഗൂഢ ലോകത്തേക്ക് പ്രവേശിക്കുന്നതുപോലെയുള്ള ഒരു ഭയം എലിസബത്തിന്റെ മനസ്സിൽ തോന്നിയിരുന്നു. ആദ്യത്തെ ഏതാനും ദിവസങ്ങൾ വളരെ ശാന്തമായി കടന്നുപോയി. റിച്ചാർഡ് തന്റെ എഴുത്തുമായി ബംഗ്ലാവിന്റെ മുകളിലത്തെ നിലയിലുള്ള ലൈബ്രറി മുറിയിൽ മുഴുകി. ശങ്കരൻ അടുക്കളയിലെ കാര്യങ്ങളും നോക്കി നടത്തി. എന്നാൽ രാഹുലിന്റെ സ്വഭാവത്തിൽ പെട്ടെന്നുണ്ടായ മാറ്റങ്ങളാണ് എലിസബത്തിനെ ആദ്യം ആശങ്കപ്പെടുത്തിയത്. എപ്പോഴും പ്രസന്നതയോടെ ഇരുന്നിരുന്ന അവൻ പെട്ടെന്ന് നിശബ്ദനായി. അവൻ ബംഗ്ലാവിന്റെ വലിയ തോട്ടത്തിന്റെ മൂലയിലുള്ള ഒരു പഴയ കിണറ്റിൻകരയിൽ പോയി മണിക്കൂറുകളോളം ആരുടെയോടോ എന്ന വണ്ണം സംസാരിക്കാൻ തുടങ്ങി. ആരാണ് അവിടെയുള്ളതെന്ന് ചോദിച്ചപ്പോഴൊക്കെ അത് എന്റെ പുതിയ കൂട്ടുകാരിയാണ് അമ്മേ മരിയ, അവൾ ഈ കിണറ്റിനുള്ളിലാണ് താമസം എന്ന് അവൻ നിസ്സംഗതയോടെ മറുപടി നൽകി. കുട്ടികളുടെ വെറും ഭാവനയാണെന്ന് കരുതി റിച്ചാർഡ് അത് തള്ളിക്കളഞ്ഞെങ്കിലും എലിസബത്തിന്റെ ഉള്ളിൽ ഒരു അശുഭലക്ഷണം നിഴലിച്ചു നിന്നു. 5-ാം ദിവസം രാത്രിയായപ്പോഴേക്കും കാലാവസ്ഥ പൂർണ്ണമായും മാറിമറിഞ്ഞു. ഇടുക്കി മലനിരകളെ വിറപ്പിച്ചുകൊണ്ട് ശക്തമായ ഇടിയും മിന്നലും തകർത്തു പെയ്യാൻ തുടങ്ങി. വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടു. ബംഗ്ലാവ് കനത്ത ഇരുട്ടിലാണ്ടുപോയി. മെഴുകുതിരി വെളിച്ചത്തിൽ അവർ അത്താഴം കഴിക്കാനിരിക്കുമ്പോൾ മുകളിലത്തെ നിലയിൽ നിന്ന് കനത്ത ബൂട്ടുകളിട്ട് ആരോ നടന്നുപോകുന്ന ശബ്ദം വ്യക്തമായി കേട്ടു. ശങ്കരൻ ഭയത്തോടെ കൈകൾ കൂപ്പി. സാറേ, ഈ ബംഗ്ലാവിനെക്കുറിച്ച് നാട്ടുകാർ പലതും പറയുന്നുണ്ട്. ഇതിന്റെ പഴയ ഉടമസ്ഥനായിരുന്ന ഒരു ബ്രിട്ടീഷ് പ്ലാന്റർ തന്റെ മകളെ ഇവിടെ വെച്ച് ക്രൂരമായി കൊന്നിട്ടുണ്ടത്രേ. നമുക്കിവിടെ നിൽക്കുന്നത് അത്ര നല്ലതല്ല, ശങ്കരൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. എന്നാൽ ശാസ്ത്രത്തിലും യുക്തിയിലും മാത്രം വിശ്വസിച്ചിരുന്ന റിച്ചാർഡ് അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. അവൻ ടോർച്ചുമെടുത്ത് മുകളിലേക്ക് നടന്നു. മുകളിലെത്തിയ റിച്ചാർഡ് ലൈബ്രറി മുറിയുടെ വാതിൽ തുറന്നു. അവിടെ തറയിൽ മുഴുവൻ പഴയ കരിയിലകളും മണ്ണും വീണുകിടക്കുന്നുണ്ടായിരുന്നു. ജനലുകളെല്ലാം അടച്ചിട്ട മുറിയിൽ എങ്ങനെ ഇവ വന്നുവെന്ന് അവൻ അത്ഭുതപ്പെട്ടു. പെട്ടെന്ന് അവന്റെ പുറകിൽ മരവിപ്പിക്കുന്ന ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. തിരിഞ്ഞു നോക്കിയ റിച്ചാർഡ് കണ്ടത് ഒരു പഴയകാല വിദേശി പെൺകുട്ടിയുടെ രൂപമാണ്. അവളുടെ വസ്ത്രങ്ങൾ മുഴുവൻ ചെളി പുരണ്ടതായിരുന്നു. മുഖത്തിന്റെ ഒരു വശം പൂർണ്ണമായും തകർന്നിരുന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് ചോര കലർന്ന കണ്ണീർ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അവൾ റിച്ചാർഡിനെ നോക്കി ഭീകരമായി ഒന്നട്ടഹസിച്ചു. ഭയം കൊണ്ട് മരവിച്ചുപോയ റിച്ചാർഡ് പടികളിലൂടെ താഴേക്ക് ഓടിയിറങ്ങി. അവന്റെ മുഖത്തെ ഭയം കണ്ട് എലിസബത്തും ശങ്കരനും ഞെട്ടിപ്പോയി. നമുക്കിപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോകണം, റിച്ചാർഡ് വിളിച്ചു പറഞ്ഞു. അവർ വേഗത്തിൽ ബാഗുകളുമെടുത്ത് പുറത്തേക്ക് ഓട്ടി തങ്ങളുടെ കാറിൽ കയറി. റിച്ചാർഡ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും എഞ്ചിൻ പൂർണ്ണമായും നിശ്ചലമായിരുന്നു. ആ സമയം കാറിന്റെ മുൻവശത്തെ ഗ്ലാസിലേക്ക് കനത്ത മഞ്ഞിൽ നിന്ന് ആ പെൺകുട്ടിയുടെ രൂപം വന്നിടിച്ചു. അവളുടെ നീണ്ട നഖങ്ങൾ കൊണ്ട് അവൾ ഗ്ലാസിൽ പോറാൻ തുടങ്ങി. പേടിച്ചരണ്ട അവർ കാറിൽ നിന്നിറങ്ങി വീണ്ടും ബംഗ്ലാവിനുള്ളിലേക്ക് തന്നെ ഓടിക്കയറി വാതിലുകൾ ശക്തമായി അടച്ചുപൂട്ടി. അപ്പോഴാണ് അവർ ഒരു കാര്യം ശ്രദ്ധിച്ചത്. അവരുടെ കൂടെയുണ്ടായിരുന്ന രാഹുലിനെ കാണാനില്ലായിരുന്നു. എലിസബത്ത് ഉറക്കെ കരയാൻ തുടങ്ങി. മകനെ അന്വേഷിച്ച് റിച്ചാർഡും ശങ്കരനും മെഴുകുതിരി വെളിച്ചത്തിൽ ബംഗ്ലാവിന്റെ ഓരോ മുറികളും പരിശോധിച്ചു. ഒടുവിൽ ബംഗ്ലാവിന്റെ താഴത്തെ നിലയിലുള്ള രഹസ്യ ഭൂഗർഭ അറയിലേക്ക് തുറക്കുന്ന ഒരു ചെറിയ വാതിൽ അവർ കണ്ടു. അതിനുള്ളിൽ നിന്ന് രാഹുലിന്റെ പതുക്കെയുള്ള സംസാരം കേൾക്കാമായിരുന്നു. അവർ വേഗത്തിൽ പടികളിറങ്ങി ആ ഇരുണ്ട അറയിലേക്ക് ചെന്നു. അവിടെ തറയിൽ രാഹുൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അവന്റെ മുന്നിൽ മരിയ എന്ന ആ പ്രേതാത്മാവും ഉണ്ടായിരുന്നു. അവൾ രാഹുലിന്റെ കൈകളിൽ മുറുകെ പിടിച്ചിരിക്കുകയായിരുന്നു. റിച്ചാർഡ് മുന്നോട്ട് വരാൻ ശ്രമിച്ചപ്പോൾ ആ ആത്മാവ് ഭീകരമായ ശബ്ദത്തിൽ മുന്നറിയിപ്പ് നൽകി, ഇവനെ ഞാൻ കൊണ്ടുപോകും. എന്റെ അച്ഛൻ എന്നെ ഈ ഇരുട്ടിൽ തനിച്ചാക്കി പോയതാണ്. എനിക്ക് കൂട്ടായി ഇവൻ ഇവിടെയുണ്ടാകും. അന്തരീക്ഷത്തിൽ കനത്ത കാറ്റ് വീശിയടിച്ചു. ശങ്കരൻ ഭയന്നു വിറച്ച് തറയിൽ വീണു. എലിസബത്ത് ആത്മാവിന് മുന്നിൽ കൈകൾ കൂപ്പി കരഞ്ഞു യാചിച്ചു, എന്റെ മകനെ എനിക്ക് തിരികെ തരൂ, ഞങ്ങളോട് ക്ഷമിക്കൂ. ആ സമയം റിച്ചാർഡിന്റെ ശ്രദ്ധ ആ അറയുടെ ഒരു മൂലയിൽ കിടന്നിരുന്ന ഒരു പഴയ മരപ്പെട്ടിയിലേക്ക് പോയി. അതിൽ ആ പെൺകുട്ടിയുടെ ഡയറിയും അവളുടെ ചിത്രങ്ങളും ഉണ്ടായിരുന്നു. റിച്ചാർഡ് ആ ഡയറി എടുത്ത് വേഗത്തിൽ മറിച്ചു നോക്കി.
അതിലെഴുതിയിരുന്നത് മറ്റൊന്നായിരുന്നു. അവളെ കൊന്നത് അവളുടെ അച്ഛനായിരുന്നില്ല, മറിച്ച് ആ ബംഗ്ലാവിലെ പഴയൊരു വേലക്കാരനായിരുന്നു. ആ വേലക്കാരൻ അവളെ കൊന്ന് ഈ ഭൂഗർഭ അറയിൽ തള്ളിയപ്പോൾ അവളുടെ അച്ഛൻ മകളുടെ വിയോഗം താങ്ങാനാവാതെ ആ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. തന്റെ അച്ഛനാണ് തന്നെ കൊന്നതെന്ന തെറ്റായ ചിന്തയിലായിരുന്നു മരിയയുടെ ആത്മാവ് ഇത്രയും കാലം പ്രതികാരദാഹത്തോടെ അവിടെ അലഞ്ഞുതിരിഞ്ഞിരുന്നത്. റിച്ചാർഡ് ഉച്ചത്തിൽ ആ ഡയറിയിലെ വരികൾ വായിക്കാൻ തുടങ്ങി. മരിയ, നിന്റെ അച്ഛൻ നിന്നെ ചതിച്ചിട്ടില്ല. അവൻ നിന്നെ അത്രമേൽ സ്നേഹിച്ചിരുന്നു. നിന്നെ കൊന്നത് ഇവിടുത്തെ വേലക്കാരനാണ്. നിന്റെ അച്ഛൻ നിനക്കായി ജീവൻ വെടിഞ്ഞതാണ്, റിച്ചാർഡ് വിളിച്ചു പറഞ്ഞു. ആ വാക്കുകൾ കേട്ടതും മരിയയുടെ ആത്മാവ് പെട്ടെന്ന് നിശ്ചലമായി. അവളുടെ കൈകൾ രാഹുലിന്റെ മേലുള്ള പിടിവിട്ടു. അവൾ ആ ഡയറിയിലേക്ക് നോക്കി. വർഷങ്ങളായി തന്റെ മനസ്സിൽ കിടന്ന കനത്ത ക്രോധവും തെറ്റിദ്ധാരണയും ആ നിമിഷത്തിൽ ഉരുകിത്തീരുന്നതായി അവൾക്ക് തോന്നി. അവളുടെ ഭീകരരൂപം മാറി. ശാന്തവും മനോഹരവുമായ ഒരു പെൺകുട്ടിയുടെ രൂപമായി അവൾ മാറി. അവൾ എലിസബത്തിനെയും റിച്ചാർഡിനെയും നോക്കി നന്ദി സൂചകമായി ഒന്ന് പുഞ്ചിരിച്ചു. അടുത്ത നിമിഷം ആ ഭൂഗർഭ അറയിൽ ഒരു ദിവ്യമായ വെളിച്ചം പടർന്നു. മരിയയുടെ ആത്മാവ് ആ വെളിച്ചത്തോടൊപ്പം വായുവിൽ ലയിച്ച് എന്നേക്കുമായി ശാന്തി നേടി അപ്രത്യക്ഷമായി. പുറത്തു പെയ്തിരുന്ന കനത്ത മഴയും ഇടിയും പെട്ടെന്ന് നിലച്ചു. കാടിന്റെ വന്യമായ നിശബ്ദതയിലേക്ക് പുലർകാല സൂര്യന്റെ ആദ്യ കിരണങ്ങൾ ബംഗ്ലാവിനുള്ളിലേക്ക് അടിച്ചുകയറി. റിച്ചാർഡും എലിസബത്തും രാഹുലിനെ നെഞ്ചോട് ചേർത്തുപിടിച്ചു. ഭയത്തിന്റെ ആ കറുത്ത ദീർഘമായ രാത്രി അവസാനിച്ചിരുന്നു. തങ്ങളെ കാത്തുനിന്ന മരണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ആശ്വാസത്തിൽ ശങ്കരനെയും കൂട്ടി അവർ ആ ബംഗ്ലാവിന്റെ പടികളിറങ്ങി. ഗ്രേവാലി എസ്റ്റേറ്റിന്റെ നിഗൂഢതകൾക്ക് അന്നത്തോടെ വിരാമമായെങ്കിലും ആ രാത്രിയിലെ ഭീതിതമായ ഓർമ്മകൾ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു കറുത്ത അധ്യായമായി ബാക്കി നിന്നു.